ഞായറാഴ്ച ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ എന്താ പറയുക യദുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ യദുവിന് എന്താക്കണം നമ്മൾ കുറച്ച് മഞ്ച് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നമ്മളെ സുന്നപ്പൻ്റെ പീടിയെ കയറിയിട്ട് 2 മഞ്ചിന് പറഞ്ഞപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞ് 2 മഞ്ച് വാങ്ങിയാൽ 2 മഞ്ച് ഫ്രീ എന്ന്. അപ്പം ഞാൻ 4 മഞ്ചും വാങ്ങി. അപ്പോൾ 6 മഞ്ച് കിട്ടി. അതുമായിട്ട് ഞാൻ നേരെ ചിങ്ങവെടുത്തുകൂടി നേരെ എടുത്തേക്കാണ് പോകുന്നത് പള്ളിക്കരയിലേക്ക്. പള്ളിക്കരയിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്തുണ്ട് നമ്മളെ നാണേട്ടനുണ്ട് എന്താക്കുന്നത് മരം കൊത്തുന്ന് മയത്ത് വീണാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ലോക കൊത്ത് തന്നെ. അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാനിങ്ങനെ പോകുന്ന സമയം നമ്മൾ കൃഷ്ണേട്ടനുണ്ട് പശുവിന് പുല്ലായിട്ട് അറബാനെ പോകുന്നത്. അങ്ങനെ അതും നോക്കി ഞാൻ എന്താക്കി നേരെ മുന്നോട്ടേക്ക് പോയി. ഹായ് ഹായ് എന്നും പറഞ്ഞിട്ടുണ്ട് ദിവ്യേട്ടൻ പോകുന്നത്. അങ്ങനെ അതും നോക്കി നമ്മളെ യദുവിൻ്റെ വീടാട്ടോ ഇത്. യദുവിൻ്റെ നടന്ന് വരുന്നു. ഇനി നമുക്ക് എന്താക്കാം യദുവിനോട് ഒരു കൈയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് യദുവിനോട് ഒരു പാട്ട് പാടാൻ വേണ്ടി പറയാം. ആ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കി നോക്ക്. ഓണ 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 എങ്ങനെ മങ്ങത്തിനാണ് മാണിങ്ങനെ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ യദുവിൻ്റെ കൈമേൽ ആ മഞ്ചും കൊടുത്ത്. ആ മഞ്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ ഇത് പാട്ട് പാടിയാനാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒന്നേരം ഓൻ പറയുന്ന എന്തോ ഓരോരുത്തൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചേനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പൂച്ചേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം അവിടെ കുത്തിരുന്നു. ഓന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാന്ന് വെച്ചപ്പോൾ ഓൻ പറഞ്ഞ എന്താണ് ഓൻ്റെ ഇത്താത്താനെ ഇഷ്ടമെന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടി ഓന് കുറേ തമാശകളൊക്കെ കണ്ടെന്താക്കി ഓൻ കൈകൊണ്ട് ഒരു കളി എന്ന് വെച്ചാൽ ഐ ലവ് യു എന്നുള്ള ചിഹ്നമൊക്കെ കാണിച്ചിരുന്നു. ഇതാരോ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഓൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു കൊടുത്താന്ന്.